ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണയായി ചെയ്യുന്ന വീഡിയോ പോലെയല്ല. സാധാരണയായി നമ്മൾ കാർ ഡീറ്റെയിലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഞങ്ങൾ എത്ര രൂപ ഒരു കാറിന് ചാർജ് ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ ഇന്ന് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഇന്ന് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കയാക്കിങ്ങിന് പോകാമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു കിടില മൂഞ്ചൽ കിട്ടി. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ഈ കയാക്കിംഗ് സ്പോട്ടിലോട്ട് 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോകുന്ന ലേക്ക്. സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുന്നിൽ കാണുന്നതാണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി വന്ന സ്പോട്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതാണ് നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ കയാക്കിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ, ലൈഫ് ജാക്കറ്റ്, പാഡിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ റെൻറ്റിന് വരുന്ന കട ഇന്ന് ക്ലോസ് ആണ്. അങ്ങനെ കയാക്കിങ്ങിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. എന്നാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റുമോ? അതില്ല. കാരണം ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്ന് ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ നീന്തി കുളിച്ച് ഉഷാറാക്കാമെന്ന്. അങ്ങനെ ഇവന്മാരെല്ലാം ചാടി ഇറങ്ങി. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല. ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റിനെ നീന്തൽ പഠിപ്പിക്കാൻ വേണം. ജസ്റ്റിൻ $500 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ എന്നെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ ഞാൻ നീന്തൽ പഠിച്ചതിനേക്കാളും കൂടുതൽ കുറേ വെള്ളം കുടിച്ചതല്ലാതെ വേറൊരു കാര്യം അവിടെ ഉണ്ടായില്ല. പിന്നെ ഒരു ദിവസം കൊണ്ട് ആർക്കും നീന്തൽ പഠിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ച് കരയിൽ കയറി. സംഭവമെല്ലാം ഉഷാറായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ദിവസം ഇനി പിന്നെ കയാക്കിങ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്.